നമ്മൾ 2024 ജൂലൈ 1 തൊട്ട് ഒരാഴ്ച മേഘാലയയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോയി. ഗുവാഹട്ടി സ്റ്റേ ചെയ്ത് അവിടുന്ന് ഷില്ലോങ് പോയി. പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങിക്കാനെങ്കിൽ ലാസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്തത് ചിറാപ്പുഞ്ചിയിലായിരുന്നു, സോഹ്റ. അപ്പം സോഹ്റയിൽ ലാസ്റ്റ് ഡേ നമുക്ക് തിരിച്ച് ഷില്ലോങ്ങിന് വരണമായിരുന്നു. അപ്പം അന്ന് രാവിലെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ഷില്ലോങ്ങിന് വരുന്നതിന് മുന്നേ. അവിടെ നിന്ന് ഒരു 10-11 മണി കണ്ടാൽ നമുക്ക് ഷില്ലോങ്ങിലേക്ക് പുറപ്പെടണം. അപ്പോൾ രാവിലെ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ നമുക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നേരം വെളുക്കും, നല്ല വെട്ടം വരും. 4 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ 8 മണിയായ പോലെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മളെല്ലാവരും കൂടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. വെയ്ഷബോങ് കാണാൻ പോയി. വെയ്ഷബോങ്ങിൻ്റെ അവിടെ ചെന്നപ്പോൾ മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിരാശരായി. അപ്പോൾ അവിടെ നമ്മൾ അടുത്തത് കാണുവാനായി പുറപ്പെട്ടു. അതിന് പേര് മൗ സാവ്ഡോങ് എന്നായിരുന്നു. അപ്പോൾ മൗ സാവ്ഡോങ്ങിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ തപ്പി നമുക്കുള്ള പോകുന്ന വഴിക്ക് ആളുകളൊന്നും വഴി വയ്ക്കുന്ന ആളൊന്നും ഇല്ല. അപ്പം ഒരു ചെക്കനെ കണ്ടു, സ്കൂൾ പയ്യനെ. സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ. അന്നേരത്തേന് 7 മണിയെങ്ങാണ്ടായി. അപ്പം നമ്മൾ അവിടെ നിർത്തി അവനോട് ചോദിച്ചപ്പോൾ അവന് ഇങ്ങനെ എങ്ങനെ കൈ കാണിച്ചു. അവന് ഹിന്ദി ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന വേറെ ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ അറിയണ ലാംഗ്വേജിൽ ചോദിച്ച് അവൻ്റെ ഒരു വഴി കാണിച്ചത് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ വഴി തീർന്നു പോയി. അപ്പോൾ വഴി തീർന്നു പോയപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ സ്ഥലം കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളീ പോയ റൂട്ടൊന്നും ഗൂഗിൾ മാപ്പിലില്ല, റോഡായിട്ടേ കാണിക്കുന്നില്ല. പക്ഷേ ഈ മൗ സാവ്ഡോങ് മാപ്പിലുണ്ട്. അത് നമുക്ക് അടുത്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ പോകാൻ വഴി അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കാർ അവിടെ നിർത്തി എന്നിട്ട് ഇറങ്ങി നമ്മൾ നടക്കാൻ തുടങ്ങി. ഇതിൽ കണ്ട വഴിയായി. ഇപ്പോൾ പോയപ്പോൾ ഒരു പുൽമേട്ടിക്കൂടെയും കുറേ കാട്ടിക്കൂടെയും ഒരു കുന്നിൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെയാണ് നമ്മൾ പോയത്. അങ്ങനെ ഒരു അൺചാർട്ടഡ് റൂട്ടായിരുന്നു അത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇടയ്ക്കു നിന്നാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് ഞാനിങ്ങനെ പ്ലാനൊന്നും ചെയ്തിരുന്നില്ല വീഡിയോ എടുക്കണമെന്നൊന്നും. പോണ വഴിക്ക് ഒരു കൗതുകത്തിന് വീഡിയോ എടുത്താണ്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു ഇതിൻ്റെ ആദ്യ പാട്ടൊക്കെ. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനത് റീക്രിയേറ്റ് ചെയ്തതാണെന്ന്, അതേ ആ ഒരു സിനേറിയോ. പക്ഷേ ആക്ച്വലി ഞാനത് തിരിച്ച് വന്നപ്പോഴാണ് ആ വീഡിയോ എടുത്തത്, അങ്ങോട്ട് പോകുന്നതായിട്ട്. പിന്നെ പോണ വഴിക്ക് നമ്മൾ ഇടയ്ക്ക് വീഡിയോ എടുത്തു. അവിടെ തൊട്ടുള്ള വീഡിയോ ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ കാണിക്കാം. ഫുള്ള് മൂടൽ മഞ്ഞാണ്, നമുക്ക് വഴിയൊന്നും ശരിക്കും കാണത്തില്ല. ആ ഓടിക്കുന്നവന് മാത്രമേ വഴി എന്തെങ്കിലും കാണത്തുള്ളൂ. ഈ വീട്ടിലൊക്കെ നമ്മൾ വഴി വയ്ക്കാൻ വേണ്ടി നിർത്തിയതാണ്. പക്ഷേ ഇവിടെ നിന്നും ഒരു മനുഷ്യനില്ലായിരുന്നു. നമ്മൾ കഥയിലൊക്കെ പോയി മുട്ടി, പക്ഷേ ആരും വാതിൽ പോലും തുറന്നില്ല. എല്ലാവരും കൂടെ ഉറക്കമായിരുന്നായിരിക്കും. നമ്മളിപ്പം മാപ്പിൽ കാണിക്കുന്ന വഴി എത്തിയിട്ടുണ്ട്. നമ്മളൊരാളോട് ചോദിച്ചിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ട് ഈ വഴി വന്നതാണ്. വഴി കണ്ട സ്കൂളിൽ പോകാൻ നിന്നൊരു ചെക്കനോട് രാവിലെ 6 മണി ആയപ്പോഴേ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതൊക്കെ സ്കൂളിലൊക്കെ രാവിലെ തുറക്കും തോന്നും. വഴിയിലൊന്നും വേറെ ഒരു മനുഷ്യനുമില്ല. ഈ വഴിയൊന്നും ഗൂഗിൾ മാപ്പ് പോലും ഇല്ല. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഏറി കൂടെ പോകുന്ന പോലെ കാണിക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച വഴിയാണിത്, ഈ വഴി. ഞാനിട്ട് കണ്ടു, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച വഴിയാണ്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തി. നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ആക്ച്വലി ടാർ ഇവിടെ തീരെയാണ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് മോശം റോഡാണ്. സോ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോവാണ്. നമുക്ക് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. മാപ്പിൽ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് റൈറ്റിലോട്ട് അങ്ങനെ കാണിക്കുന്നത്. സോ നമ്മൾ പോവാണ്. ഈ പോണ വഴിക്കൂടെ കറണ്ട് കമ്പി കിടപ്പുണ്ട്. ഈ കറണ്ട് കമ്പി ക്രോസ് ചെയ്ത് വേണം നമുക്ക് പോവാൻ ഇതിനടിയിൽ കൂടെ. ഇവിടെ കറണ്ട് കമ്പി ഭയങ്കര താന്ന് കിടക്കുകയാണ്. ഇവിടുത്തെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കറണ്ട് ഉണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ വരുന്ന വഴി ആക്ച്വലി പോസ്റ്റ് അവിടെ കറണ്ട് കമ്പി ആ വഴി കൂടെ കിടക്കാം. നമുക്ക് അതുവഴി പോകത്തില്ല. നമ്മളിപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ കയറി പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ടോ, ഇവൻ്റെ കണ്ടവരെ തലേത് മുട്ടിയും തോന്നുന്നു. ഇതിനടിയിൽ കൂടെ കുനിഞ്ഞു പോകണം. കറണ്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ചേനെ എൻ്റെ മോനെ. ഓക്കെ, വി ക്രോസ്ഡ് ഇറ്റ്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ വഴിയിലോട്ട് പോവാം. നമ്മൾ ഈ അൺഎക്സ്പ്ലോർഡ് റൂട്ടിൽ കൂടെ നടന്നു വരുമായിരുന്നു. ഇതുവരെ ആരും വരാത്ത വഴിയാണ്. നമ്മളിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ ഇതാ നമുക്ക് ഇവിടുന്ന് ഒരു പഴയ ടയർ, പുരാതന കാലത്തെ ഒരു ടയർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, തടിയുടെ ഒരു ഇതാണ്, തടിയുടെ ഒരു വീലും
അതിന് പുറത്തൂടെ ഈ ഒരു റബ്ബറിന്റെ പട്ടയും വെച്ചിട്ടാണ് ടയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, ബാക്കി ടയറുണ്ട് ഇവിടെ. ഓട്ടോറിക്ഷ ആയിരുന്നു തോന്നുന്നു, 3 ടയറുണ്ട് ഇവിടെ. ഓട്ടോറിക്ഷ തന്നെ. അതെ, ഇതൊക്കെ നല്ല ഫോമിൽ അതേ ഷേപ്പിലുള്ള ടയറുകളാണ്. 3 ടയറുകളുണ്ട് ഇവിടെ. അതെ. ഇനി നമുക്ക് വഴി അറിയില്ല, നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൗ സൗഡോങ് ഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മള് താഴെ ചെന്നിട്ട് ബാക്കി വ്ലോഗ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ വഴി അറിയാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ കുറെ കമ്പൊക്കെ ഓടിച്ചു വഴി തെളിക്കാൻ വേണ്ടി. പക്ഷേ വഴി മനസ്സിലാവുന്നില്ല എങ്ങോട്ടാ പോകണ്ടേന്ന്. കുറെ തപ്പി നോക്കുമായിരുന്നു. ഇത് നമ്മുടെ മൂപ്പൻ കണ്ട. താഴെ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ വഴി അറിയത്തില്ല എങ്ങനെയാ പോകേണ്ടത്. നമ്മുടെ സുഹൃത്ത് ആൻസൻ വഴി നോക്കി അന്വേഷിച്ച് പോയിരിക്കുകയാണ് താഴോട്ട്. അതുവഴി അങ്ങോട്ട് പോകുന്നുണ്ട്. അവനവിടെ ചെന്നിട്ട് അവിടെ പോയി നിപ്പുണ്ട്. അവനൊക്കെ പോയി വഴി നോക്കുകയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാ വഴിയുണ്ടോ? താഴോട്ട് പോകാമോ? റോഡോ? ഇവിടെ റോഡുണ്ടെന്നൊക്കെയാണ് ഇവൻ പറയണത്. അങ്ങ് താഴെ പോയി നോക്കട്ടെ. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ അവസാനം ഇതാ വാട്ടർഫോളിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ഉണ്ട് വാട്ടർഫോൾ. നമ്മൾ വിചാരിച്ച പോലെ വലിയ വാട്ടർഫോൾ ഒന്നും അല്ല, ഒരു കുഞ്ഞു വാട്ടർഫോൾ ആണ്. ഇത് വാട്ടർഫോൾ എന്ന് പറയാവുന്നില്ല, ഇത് ജസ്റ്റ് ഒരു ഒഴുക്ക് മാത്രമേ ഉള്ളൂ. എടാ അവിടെയാണോ വാട്ടർഫോള്? അവിടെ വേറെ സ്ഥലത്താന്ന് തോന്നുന്നു, അവിടെ പോയി നോക്കട്ടെ. നമ്മൾ വന്നതിന് പ്രൂഫായിട്ട് കുറെ കല്ലടുക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി we reached here. ഇതാണ് വെള്ളച്ചാട്ടം. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഈ മലയും കുന്നൊക്കെ കയറിയാണ് ഇവിടെ വന്നത്. ആക്ച്വലി നമ്മള് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരുന്നു വരുന്നത്. അവിടെ കടകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഈ സൈഡിൽ നിന്നാണ് വന്നത്. ഇവിടെ വഴിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ തിരിച്ചു കയറിയപ്പോൾ വഴി കണ്ടുപിടിക്കണം. ഉമാരൊക്കെ കാലുമൊക്കെ മുറിഞ്ഞ കാട്ടിക്കൂടെല്ലാം വന്നിട്ട്. സോ ഇതാണ് ഫൈനലി നമ്മള് ദിസ് ഈസ് ദ ബെസ്റ്റ് വ്യൂ വി ഗോട്ട് ഓഫ് ദിസ് വാട്ടർഫോൾ. കണ്ടോ? അപ്പോൾ നമ്മൾ തിരിച്ചടക്കുവാണ്. നമ്മുടെ വണ്ടി എവിടെ നമുക്ക് ഏകദേശം അറിയാം, വണ്ടിയുടെ ഡയറക്ഷൻ. അപ്പോൾ ആ ഡയറക്ഷൻ വെച്ച് നമ്മൾ ഈ മലയിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ചെറിയ നടപ്പാത പോലെ ചെറിയ കാണുന്നുണ്ട്. ഇത് വെള്ളം ഒഴുകിയുണ്ടായ വഴിയാണെന്ന് തോന്നുന്നു. അതുവഴി നമ്മൾ പോവാണ് മേലോട്ട്. വണ്ടി കിടക്കുന്നതിന് കുറേയധികം നടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ കിടന്ന് കുടിക്കുക വെള്ളം. നല്ല വെള്ളമാണോ? എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്. രാവിലെ ഇറങ്ങിയാണ് 6 മണിയായപ്പോൾ, 5 മണിയായപ്പോൾ. ഇപ്പോൾ സമയം 9 മണിയായി. ഒന്നും കഴിച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല. വെള്ളം നല്ലതാണോ? എന്നാ ഞാൻ ഇച്ചിരി കുടിക്കട്ടെ. പിന്നെ പുറമേ പോയി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങേരത്തോട് പോകണം. അവിടെ ഉറവുണ്ട്, അതിപ്പോയി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് പോകണം. പോവാ. സോ ഫൈനലി നമ്മളൊരു വണ്ടി പോകുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട്. ഒരു വണ്ടിയും പോയിട്ടില്ല, ഈ ചെടികളെല്ലാം നിൽക്കുന്നുണ്ട്. ആ ടയർപ്പാട് പോലെ കാണുന്നുണ്ട്. ഇതുവഴി പണ്ടങ്ങാണ്ട് വണ്ടിയൊക്കെ പോയിരുന്ന വഴിയാന്ന് തോന്നുന്നു. സോ ഈ വഴിയാണ് ഇനി നമ്മൾ ക്വാറിയോ ലൈംസ്റ്റോൺ ക്വാറി. നമ്മൾ ഈ വഴിയാണ് ഇനി പോകുന്നത്. നമുക്ക് വണ്ടി കിടക്കണത് ചെല്ലണം. എടാ കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. ആ കല്ലും മുള്ളും കാലുക്ക് മെത്തെ അയ്യപ്പോ അയ്യപ്പോ
സ്വാമിയെ. പൊന്നും കുരിശ് മുത്തപ്പ പൊന്മലകേറ്റം പൊന്നും കുരിശ് മുത്തപ്പ പൊന്മലകേറ്റം സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. എന്തിനുണ്ടോ? ഇല്ല, മല കയറുന്നൊന്നുമില്ലെന്നു. ക്വാറിയാണ്, നമ്മൾ ക്വാറിയിലാണ് എത്തിയത്. മലയ്ക്ക് എന്തിനുണ്ടോ? ഇതേ ക്വാറി നമ്മൾ എത്തിയത്. നീ ക്വാറി വഴി നമ്മൾ മല പോയിട്ടില്ലേ? നല്ല സ്ഥലത്ത് ചെല്ലണം. മലക്ക് പോയിട്ടില്ലേ? ശബരിമലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ 2-3 പോയിട്ടുണ്ട്. എന്ത്? ആ, സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും, മോശം കിട്ടിയാൽ പൊക്ക് നിർത്തും. പൊക്ക് നിർത്തും. സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പ. ഇതിവിടെ കൽക്കരി പോലെ ഉണ്ട്. ഇവിടെ നിലത്തല്ല, ഇത് കൽക്കരി ക്വാറിയായിരുന്നു തോന്നുന്നത്. ഇതൊക്കെ കൽക്കരിയാ. കണ്ടോ, ഇത് കണ്ടോ, കരിയ. ഇപ്പൊ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു കൽക്കരി ക്വാറിയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മളിനി മുന്നോട്ട് പോവാണ്. അതായത് കുറെ കൽക്കരി കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ? പിന്നെ കൽക്കരിക്ക് ആ ഇതുകൊണ്ടല്ലേ മറ്റേ പവർ പ്ലാന്റിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ? കണ്ടോ, ഇതാണ് കൽക്കരി. ഇവിടെ ഒരു കുടിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആൾത്താമസമുള്ള ക്വാറിയാന്ന് തോന്നുന്നു കേട്ടോ. ഒരു പുല്ല് പാകി കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഭിത്തി, മേലെ പുല്ലൊക്കെ പാകി ഉള്ള ഒരു കുടിലാണ്. ഒരു ചെറിയ വാതിലുണ്ട്. എനിക്ക് ആക്ച്വലി എന്റെ ക്യാമറയിൽ വെള്ളം വീണ്ടുണ്ട്, ചെറിയ മങ്ങലുണ്ട്. ഓക്കെ, അത് ഇവിടെ ചെറിയ ഉന്തുവണ്ടി. എടാ, ഉന്തുവണ്ടി ഉണ്ടോ ഇവിടെ? ഇതിന്റെ ടയറാണ് നമ്മൾ മുമ്പേ കണ്ടത്. കണ്ടോ? ആ, ഇപ്പൊ ആദിമ മനുഷ്യരുടെ അല്ല, ഉന്തുവണ്ടിയുടെ ടയറാണ് നമ്മൾ കണ്ടത്. എടാ, അതിൽ നിന്നൊക്കെ കൽക്കരിയൊക്കെ എടുക്കുന്നതായിരിക്കും എടാ, ആ പൊത്തിനകത്തുനിന്നൊക്കെ. ആ, ചിലപ്പോ മറ്റേ എക്സ്കവേറ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. എക്സ്കവേഷൻ ഈ ഗുഹയൊക്കെ. ആ, ആയിരിക്കും. ആ, അനധികൃത ക്വാറി വല്ലതും ആണ്. 1.5 മീറ്റർ 1.5 അത്ര താഴെ കുഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. നമുക്ക് വാട്ടർഫോള് ഇതിന്റെ പേര് മൗസൗഡോങ്. മൗസൗഡോങ് മാപ്പ് ഇട്ടാൽ മതി, അന്നേരം വണ്ടിയുടെ അങ്ങനെ പേര് വിഷ്ണു വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അറിയില്ലല്ലേ? എനിക്കറിയോ? അയ്യോ, പിടിച്ച്. ബാക്ക് ഓൺ ട്രാക്ക്. നമ്മൾ പോയ വഴിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ വഴി കൂടെയാണ് നമ്മൾ തിരിച്ച് നടക്കേണ്ടത്. ഈ വഴിയാണ് നമ്മൾ മുമ്പേ അങ്ങോട്ട് പോയത്. നമ്മൾ മുമ്പേ കറണ്ട് കമ്പിയുടെ അടി കൂടെ ഒക്കെ കയറി, മറ്റേ ഒടിഞ്ഞു കിടന്ന പോസ്റ്റിന്റെ അടി കൂടെ ഒക്കെ കയറി പോയ വഴിയാണ് ഇത്. ചാണകം. ഇവിടെ പശുവൊക്കെ വരാറുണ്ട്. ഏതായാലും ഇതൊരു മിനിയേച്ചർ കാസിൽ പോലെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ ആ, അതെ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കാശല് പോലെ ഒരു സാധനം സൈഡിൽ കൂടെ വഴിയുണ്ട്. കണ്ടോ, അതിന്റെ ഒരു മിനിയേച്ചർ രൂപം പോലെ ഉണ്ട്. ഇത് ഹോം സ്റ്റേ. ഇതിന്റെ ഇവിടെ ഹോം സ്റ്റേ മേലക്കോ പീക്കിലോ മണ്ടക്ക് കാണേണ്ടത് ഹോം സ്റ്റേ. ഇത് വെള്ളച്ചാട്ടത്തിന് എന്തോ ഒരു ഉൽക്ക പോയി വീണ്. അല്ല, അടി ഗുഹയൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കേട്ടാ. ഓക്കെ, നമ്മൾ പോവാണ്. ഓക്കെ ആൻസൻ, വരുവാണ് ആൻസൻ. എടാ, എനിക്ക് ഫുള്ള് റേഞ്ച് വന്നടാ. തൊട്ട് ഫുള്ള് റേഞ്ച് ഉണ്ടായിരുന്നു. അവിടെ തൊട്ടേ ഇപ്പൊ കറക്റ്റ് പറയുന്നില്ല. നമ്മള് ഇവൻ പറയണേ, ഇവനവിടെ കറണ്ടിന്റെ ടവർ കണ്ടിട്ട് പറയുവാണേ ഇതെന്തോ ഇവിടെ റേഞ്ച് ഉള്ള അതിനകത്ത് അത് കറണ്ട് കമ്പനിയുടെ എല്ലാം മാറിപ്പോയി. ഫോണിന്റെ ടവർ ആയതുകൊണ്ടാണ്. ഇവിടെ കറണ്ട് കമ്പി കിടപ്പുണ്ട്. ഇത് നമ്മൾ ക്രോസ് ചെയ്യണം. ഇതിനടി കൂടെ തന്നെയല്ലേ നമ്മൾ വന്നത്? ആ, ഇതിനടി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചും പോകുന്നത്. ഇതിനടി കൂടെ നമ്മൾ മുമ്പ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ പോസ്റ്റ് ഒടിഞ്ഞ് കിടക്കാം. കണ്ടോ, പോസ്റ്റ് ഒടിഞ്ഞ് കിടക്കാം. ഇവിടെ എപ്പോഴും കാറ്റത്തെ മഴയത്ത് ഒടിഞ്ഞായിരിക്കും. അതിനകത്ത് കറണ്ടൊന്നും ഇല്ല. അവിടെ മുട്ടിക്കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഷോർട്ടായി കിടക്കാൻ തോന്നുന്നു. അപ്പൊ കറണ്ട് ഏതായാലും കാണത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി. നോക്കിയത് ഇവിടെ നമ്മൾ പോയത്. ഇവിടം വരെ ആക്ച്വലി ടാറുള്ളൂ. നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് എത്തി.
ഇവിടെ കിടപ്പുണ്ട്. സോ നമ്മൾ കാര കയറി പോവാണ്. വി ആർ ഗോയിങ് ബാക്ക് ടു ഷില്ലോ. സോ നമ്മൾ തിരിച്ച് കാറിൻ്റെ അവിടെ എത്തി. നമ്മള് എന്ന് വെച്ചാൽ താങ്ക് യു.